ആത്മീയ സംഗമ ഭൂമിയായി മഹാമാഘ മഹോത്സവം നടക്കുന്ന തിരുനാവായ ഇന്ന് വസന്ത പഞ്ചമി ദിനത്തിൽ പ്രത്യേക പൂജകൾ നടന്നു. നിളാസ്നാനത്തിൽ ആയിരക്കണക്കിന് ഭക്തരാണ് പങ്കെടുത്തത്. ഇന്ന് വസന്ത പഞ്ചമി ദിനത്തിൽ പ്രത്യേക പൂജകളാണ് മഹാമഖ യജ്ഞവേദിയിൽ നടന്നത്. പഞ്ചമി തിഥിയും പൂരുരുട്ടാതി നക്ഷത്രവും ഒന്നിക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന്. രാവിലെ മുതൽ തന്നെ നിരവധി ഭക്തർ നവാമുകുന്ദ ക്ഷേത്ര പരിസരത്ത് എത്തിയിരുന്നു. 9 മണിയോടെ നിളാസ്നാനം ആരംഭിച്ചു. സന്ധ്യാസമയത്ത് നടക്കുന്ന നിള ആരതിക്ക് ഓരോ ദിവസവും കൂടുതൽ ഭക്തർ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ദിവസങ്ങളും ഈ യജ്ഞശാലയിൽ ഓരോ സമ്പ്രദായത്തിലുള്ള പൂജാവിധാനങ്ങൾ നടത്തി പോകുന്നു. ആ നിളാരതി കാണാനും എല്ലാം വൈകുന്നേരം ഇവിടെ ഭക്തജന സഹസ്രങ്ങളാണ് ഒഴുകിയെത്തുന്നത്. ഇന്ന് തന്നെ പലവിധ ഭാഗങ്ങളിൽ നിന്നും പലവിധ പ്രമുഖ വ്യക്തികളും ഇന്ന് 4 or 5 പഴയ മേശാന്തിമാരെ ഇന്നിവിടെ വന്നു. നാളെ ശനി ഞായറൊക്കെയാണ്, ആയതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതിലും അപ്പുറമാണ് ആൾക്കാർ ഇവിടെ എത്തിച്ചേരുക എന്നാണ് നമ്മുടെ വിശ്വാസം. മഹാമേരു പ്രതിഷ്ഠ കൂടി എത്തിയതോടെ ഭക്തരുടെ എണ്ണം കൂടി. ദൂര ദിക്കുകളിൽ നിന്ന് അടക്കം കൂടുതൽ പേർ എത്തുന്നുണ്ട്. മാമാങ്കത്തിന്റെ സ്മരണകൾ ഉറങ്ങുന്ന മണ്ണ്. ആധ്യാത്മികവും സാംസ്കാരികവും പൗരാണികവുമായ നിരവധി ചരിത്രങ്ങൾ അവശേഷിക്കുന്ന പവിത്ര ഭൂമി കൂടിയാണ് തിരുനാവായ. മഹാമാഘ മഹോത്സവവും കുംഭമേളയും തിരുനാവായയെ ഭാരതത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായി മാറ്റുന്നു. തിരുനാവായയിൽ നിന്നും ക്യാമറമാൻ സന്തോഷ് കാവലക്കാടിനൊപ്പം ശിവദാസ് കന്മനം, ജനം.